അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി മീൻകറിയാണ് കേട്ടോ. നമ്മുടെ കണ്ണൂർക്കാരുടെ സ്റ്റൈലിലുള്ള മീൻകറിയാണ്. നമ്മുടെ നെത്തോലി മീൻ മാങ്ങ ഇട്ട് വെച്ചതാണ് കേട്ടോ. മാങ്ങ ഇട്ട് വെച്ച മീൻകറി എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. അപ്പോൾ നെത്തോലി മീൻ എത്ര പേര് അങ്ങനെ മാങ്ങ ഇട്ട് വെക്കാറുണ്ട്, അല്ലെങ്കിൽ അത് എത്ര പേര് കറി വെക്കാറുണ്ടെന്ന് അറിയില്ല. പക്ഷേ ഞങ്ങളുടെ നാട്ടിലൊക്കെ വെക്കാറുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയും കൂടിയാണ്. മീൻകറി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ സിമ്പിളായിട്ട് തന്നെയാണ് കേട്ടോ എപ്പോഴും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു അടിപൊളി നെത്തോലി മീൻ മാങ്ങ ഇട്ട് വെച്ചത് നമുക്ക് പെട്ടെന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ ഈ മീൻ വാങ്ങിച്ചിട്ട് എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് മുറിച്ചെടുത്തിട്ട് ഇതുപോലെ കഴുകാതെ തന്നെ ഇതുപോലെ ബോക്സിലാക്കി വെക്കാറാണ് കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് മാറുകയില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് അതിനകത്ത് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ഇതേ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഒരാൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന കറിയാണ് കേട്ടോ, കാരണം മക്കൾ മീൻകറി കൂട്ടില്ല. ഞാൻ പിന്നെ ചോറ് അധികം കഴിക്കാറ് കേട്ടോ, അപ്പോൾ ആൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന കറിയാണ്. അപ്പോൾ ഇതേ മാങ്ങ ഇട്ടിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കുഞ്ഞു മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. നെത്തോലി മീനാകുമ്പം അത്രയും പുളിയും ആവശ്യമുള്ളൂ. അപ്പോൾ ഒരു കുഞ്ഞു മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യത്തിന് നോക്കിയിട്ട് പുളി നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് തന്നെ മുഴുവനും വേണ്ട കേട്ടോ, കാരണം ഇവിടുത്തെ മാങ്ങ എന്ന് പറഞ്ഞാൽ നല്ല പുളിയായിരിക്കും കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് മാത്രം എടുക്കുക. അപ്പോൾ ഇത് ഞാൻ മാങ്ങയുടെ തൊലിയൊക്കെ ചെത്തി എടുത്തിട്ടുണ്ട്. ഞാൻ ഒന്ന് കടിച്ച് നോക്കിയപ്പോഴത്തേക്ക് നല്ല പുളിയുണ്ട്, പിന്നെ ഒരു ലൈറ്റായിട്ടൊരു മധുരം പോലെ തോന്നിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും കുറച്ചധികം പീസ് എടുക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ, കാരണം ചെറിയൊരു മധുരം പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തോട്ടേക്ക് 2 പച്ചമുളക്, പിന്നെ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കും. ഞങ്ങൾ എല്ലാ മീൻകറിയിലും ഇഞ്ചി ചേർത്ത് കൊടുക്കും കേട്ടോ, പൊടിയായി അരിഞ്ഞത്. പിന്നെ കറിവേപ്പില അത്യാവശ്യം നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത്രയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വേഗം അരപ്പ് റെഡിയാക്കണം. അപ്പോൾ അതേ ആവശ്യമുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ടേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. കറിക്ക് വേണ്ടുന്ന മഞ്ഞൾപ്പൊടി ഇതിനകത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മുളക് പൊടി കണ്ടോ ഒട്ടും കളർ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാശ്മീരി മുളകും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, കളറിന് വേണ്ടിയിട്ട്. ഇനി അത് നന്നായിട്ട് അരച്ച് കഴിയുമ്പോൾ ഇതേ കുറച്ച് ജീരകവും 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ലാസ്റ്റിലൊന്ന് ചേർത്ത് അരച്ചെടുക്കും. ഇത് ആദ്യമേ ചേർക്കുന്നില്ല, നന്നായി അരിഞ്ഞതിന് ശേഷം ലാസ്റ്റിലൊന്ന് കറക്കിയെടുക്കും കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ അരപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി വേഗത്തിൽ നമ്മൾ നേരത്തെ അരിഞ്ഞെടുത്ത നമ്മുടെ സാധനങ്ങളുണ്ടല്ലോ, അപ്പം മാങ്ങ, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, കുറച്ച് കറിവേപ്പില ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ അരപ്പ് ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. അരപ്പും മാങ്ങ എല്ലാം കൂടി ഒരുമിച്ച് തന്നെയാണ് കേട്ടോ തിളപ്പിക്കുന്നത്. അരപ്പ് നന്നായി വെന്ത് കുറുകി വരുമ്പോഴേക്കും നമ്മുടെ മാങ്ങയൊക്കെ വെന്ത് കിട്ടിക്കോളും. പിന്നെ നമ്മുടെ നെത്തോലി എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റിലേ ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ, അത് ഒരുപാട് അങ്ങ് വേവാൻ പാടില്ല. അപ്പോൾ പിന്നെ മുള്ളൊക്കെ ഇളകി വരും കേട്ടോ. അപ്പോൾ അത് അരപ്പ് നമ്മുടെ പാകത്തിന് ചാറ് കലക്കിയെടുക്കുക. എന്നിട്ട് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായി തിളച്ച് നമ്മുടെ മാങ്ങയൊക്കെ നന്നായി വെന്ത് കിട്ടണം. ചാറൊക്കെ നന്നായി ആ പാകത്തിന് കുറുകാറാവുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഈ മീൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പാകത്തിന് ചാറ്, എനിക്ക് മീൻകറി കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ ഇഷ്ടം. എനിക്ക് അങ്ങനെ ഒരുപാട് കുറുകിയ കറി ഇഷ്ടമല്ല. പിന്നെ മാങ്ങയൊക്കെ വേവുമ്പോഴേക്കും അത്യാവശ്യം കുറുകി കിട്ടുമല്ലോ. അപ്പോൾ ആ പാകത്തിന് നമുക്ക് കലക്കിയെടുക്കുക. ഇനി ഒന്നുമില്ല, നന്നായി തിളപ്പിച്ച് ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ചാറും ഒക്കെ കുറുകി മാങ്ങയൊക്കെ വെന്ത് കിട്ടുന്ന ആ ഒരു സമയം വരെ നമുക്കത് കുറുക്കിയെടുക്കാം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ഉപ്പും എരിവും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. എന്നിട്ട് അതൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മീനെ ഇട്ട് കൊടുക്കാം കേട്ടോ. മീൻ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് നേരം തിളപ്പിക്കേണ്ട, നെത്തോലിയാണ്, പെട്ടെന്ന് വെന്ത് കിട്ടും. നന്നായിട്ടൊന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക, കയ്യിലിട്ട് അധികം ഇളക്കരുത് കേട്ടോ. എന്നിട്ട് ഇതേ നമ്മുടെ നെത്തോലിയൊക്കെ 2-3 മിനിറ്റ് അത്ര, അല്ലെങ്കിൽ മാക്സിമം ഒരു 5 മിനിറ്റ്, അതിനപ്പുറം നമ്മുടെ നെത്തോലിക്ക് വേവില്ല കേട്ടോ, കാരണം ഒരുപാട് വെന്താൽ മുള്ളൊക്കെ വേറെ തന്നെ നിൽക്കുക. എന്നിട്ട് നന്നായി പാകത്തിന് വെന്തോന്ന് കഴിയുമ്പോൾ അത് നമുക്ക് തീ ഓഫ് ചെയ്യുക, പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക, കുറച്ച് നേരം മൂടി വെക്കുക കേട്ടോ. ആ ചട്ടിയുടെ ചൂട് കൊണ്ട് കുറച്ചും കൂടി അങ്ങ് കുറുകും. അപ്പോൾ നമ്മുടെ കറി ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മാങ്ങ ഇട്ട് വെച്ച നെത്തോലിക്കറി. അപ്പോൾ എത്ര പേര് ഉണ്ടാക്കാറുണ്ടെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചോറിനൊപ്പം.